ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം. മക്കളെ, A+ ക്വസ്റ്റ്യൻ നിങ്ങൾ തേടി വന്നിട്ടുണ്ടെങ്കിൽ ആ A+ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നത്. എൻ്റെ പൊന്നാര മക്കളെ, കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഏത് പൊളി ക്വസ്റ്റ്യനാന്ന് ചോദിച്ചാൽ ഒരേ പൊളിയിലെ ചെത്തിപ്പൊളി ക്വസ്റ്റ്യനാണ്. അപ്പം ഞാൻ പറയാം, തമ്പ് കണ്ട പോലെ തന്നെ ദിസ് ഈസ് A+ ക്വസ്റ്റ്യൻ ആണ്. കിടിലം സാധനമാണ്. ഏതാണ് ആ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ, ഇത് എപ്പോൾ ചോദിച്ചതാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സാറിന്റെ ക്ലാസ് കാണാൻ വന്ന കുട്ടികളൊക്കെ ഒന്നിൽ ലൈക്ക് അടിക്കുക. താഴെ കമന്റ് സെക്ഷനിൽ ഒരു ലവ് ഇമോജി അല്ല, താഴെ കമന്റ് സെക്ഷനിൽ അത്യാവശ്യം വലുപ്പത്തിൽ ഫീഡ്ബാക്ക് ചെയ്ത കാര്യം. നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഞങ്ങളുടെ ഊർജം. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങളുടെ മോട്ടിവേഷൻ അല്ലേ, നിങ്ങൾക്ക് കുറെ മോട്ടിവേഷൻ തരല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഒരേ ഒരു മോട്ടിവേഷൻ, ജസ്റ്റ് ലൈക്ക് അടിക്കുക. പ്രത്യേകിച്ച് ഒരു ചിലവില്ലല്ലോടാ. താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു കമൻറ്റ് ഇടാം, എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ഐഡിയിലൂടെ ഞാൻ കമൻറ്റ് ഇടാം. അപ്പം നിങ്ങൾക്കും ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റിന് റീപ്ലൈ ഒക്കെ തരാം. അപ്പം അടിപൊളിയായിട്ട് താഴെ ഫീഡ്ബാക്ക് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പറയുക, ഒരേ പൊളിയായിട്ട് പറയുക, അടിപൊളിയായിട്ട് പറയുക. നമ്മൾ എന്ത് ചെയ്യാം, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പറയുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് ഒരേ പൊളിയായിട്ട് ഏതാണ് ആ A+ ക്വസ്റ്റ്യൻ, ദേ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഇതാ കേട്ടോ. ദേ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ഇതാ. അവിടെ കഴിഞ്ഞ കൊല്ലം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കുറേ കുട്ടികൾ സാറേ ഈ ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ഈ ചോദ്യം മറ്റേ 4ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണല്ലോ, ഇത് എങ്ങനെയാ സാറേ ചെയ്യാന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക, ചോദ്യം വായിക്കാം കേട്ടോ. 4 ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. സാർ വായിക്കാം. വെൻ ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പ്രധാന പ്രത്യേകത എന്താ അറിയോ, അവർ പറയുന്ന ചോദ്യത്തിന്റെ പോലെ നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാം. ഇപ്പൊ ലെങ്ത് നമുക്ക് അറിയില്ലെങ്കിൽ എക്സ് എടുക്കാം, സംഖ്യകൾ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് എക്സും വൈയും ഒക്കെ എടുക്കാം. അപ്പൊ ഏതാണോ എനിക്ക് അറിയാത്ത നമ്പർ, ആ നമ്പറിന് പകരം എനിക്ക് ഇംഗ്ലീഷിൽ എക്സും വൈയും യൂസ് ചെയ്തിട്ട് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് ഓരോ ഇക്വേഷൻസ് ഉണ്ടാക്കുക, സമവാക്യങ്ങൾ. അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനൊന്ന് വായിച്ചരാവേ. വെൻ ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ആൻഡ് ദ ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ. ലെങ്ത് 1 മീറ്റർ കൂട്ടുന്നു, ബ്രെഡ്ത്ത് 1 മീറ്റർ കുറയ്ക്കുന്നു. മലയാളം വായിക്കാട്ടോ. ദ ഏരിയ ബിക്കം ഡിക്രീസ്ഡ് ബൈ 19. ആ സമയത്ത് ഏരിയ എത്രയാവും? 19 കുറയും. ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ടില്ല, 19 കുറയും എന്നാ പറഞ്ഞത്. By taking length as the rectangle x, breadth y, then write length and breadth of the second rectangle. ഇവർ പറയുന്ന ക്വസ്റ്റ്യൻ എന്താടാ, ഇവർ പറയുന്ന മലയാളത്തിൽ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു ചതുരത്തിന് നീളം 1 മീറ്റർ കൂട്ടി 1 മീറ്റർ കുറച്ചപ്പോൾ പരപ്പളവ് 19 കുറഞ്ഞു. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ചിത്രം വരച്ചതാ ജസ്റ്റ്. എടാ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ആ റെക്ടാങ്കിൾ എന്ന് വിചാരിച്ചോ. ഇതിന്റെ ലെങ്ത് അവർ പറഞ്ഞു എക്സ് എടുക്കണം, ഇതിന്റെ ബ്രെഡ്ത്ത് അവർ പറഞ്ഞു വൈ എടുക്കണം, നീളം അവർ പറഞ്ഞു എക്സ് എടുക്ക്, വീതി അവർ പറഞ്ഞു വൈ എടുക്ക്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, എന്താ പറയണ നോക്ക്. നീളം 1 മീറ്റർ കൂട്ടി, വീതി 1 മീറ്റർ കുറച്ചു. അതായത് ലെങ്ത് 1 മീറ്റർ കൂട്ടുക വേണം, വീതി 1 മീറ്റർ കുറയ്ക്കണം. അപ്പൊ ഞാൻ ഏകദേശം വരയ്ക്കുകയാണെ. ലെങ്ത് 1 മീറ്റർ കൂട്ടി, ഏകദേശം 1 മീറ്റർ കൂട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സ് മീറ്റർ ആയിരുന്നു നീളം ഉണ്ടായിരുന്നത്, ലെങ്ത് അത് 1 മീറ്റർ കൂട്ടി. അപ്പൊ 1 മീറ്റർ കൂട്ടുക എന്ന് പറഞ്ഞാൽ എക്സിനോട് 1 കൂട്ടണം. അതേപോലെ വീതി നേരെ വൈ ആയിരുന്നു നേരത്തെ, ആ സാധനം 1 മീറ്റർ കുറയ്ക്കണം. നേരത്തെ വൈ മീറ്റർ ആയിരുന്നു, വൈ മീറ്റർ ആണ് നേരത്തെ ഉണ്ടായിരുന്നത് അല്ലെ, വൈ ഏതോ ഒരു നമ്പറാണ് വൈ. അപ്പൊ അത്രയും മീറ്റർ ഉണ്ടായിരുന്നത്, ഇത്തവണ 1 മീറ്റർ കുറയ്ക്കണം. അപ്പൊ 1 മീറ്റർ നീളം കൂട്ടി, ലെങ്ത്, ബ്രെഡ്ത്ത് 1 മീറ്റർ കുറച്ചു. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ, ഒരു എക്സാമ്പിൾ ആയിട്ട് വരയ്ക്കുകയാണെ. ഇങ്ങനെയാണ് ഇപ്പോൾ 1 മീറ്റർ കുറച്ചപ്പോൾ കണ്ട, ഇതാണ് നമ്മുടെ സാധനം. ഈ സാധനത്തിന്റെ ഏരിയ, ഈ സാധനത്തിന്റെ ഏരിയ എത്ര? അപ്പൊ ഇത് വൈനോട് 1 കുറയും അല്ലെ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താടാ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ഇതും ഗുണിക്കുമ്പോൾ എന്തോന്ന് സംഭവിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ പറയുന്ന കാര്യം എന്താ, 1 മീറ്റർ കൂട്ടി 1 മീറ്റർ കുറച്ചപ്പോൾ പരപ്പളവ് എത്ര? 19 മീറ്റർ. എടാ, ഇതിന്റെ പരപ്പളവ് എന്താ? ഇതിന്റെ പരപ്പളവ് XY, എക്സ് ഇൻറ്റു വൈ അല്ലേ ഇതിന്റെ പരപ്പളവ്. നീളം ഗുണിക്കണം വീതി അല്ലേടാ അതിന്റെ പരപ്പളവ്. പക്ഷെ ഇതിന്റെ പരപ്പളവ് 19 മീറ്റർ കുറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പോൾ ഇതും ഗുണിച്ച്
ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇതിനോട് 19 കുറയും. അപ്പൊ 19 കുറയണം. കണ്ടോ, ഇതാ പരിപാടി. സാർ ഒന്നും കൂടെ പറയാം. ഇവർ പറയാണ് ലെങ്ത് എക്സ് എടുക്ക്, ബ്രെഡ്ത്ത് വൈ എടുക്ക്. ഇതാ എടുത്തു. ആ സമയത്ത് ഏരിയ എക്സ് ഇൻറ്റു വൈ, പരപ്പളവ് എക്സ് വൈ. എക്സ് വൈ നീളം ഇൻറ്റു വീതി. ഇവർ തന്നെ പറഞ്ഞു നീളം ഒന്ന് കൂട്ടി വീതി ഒന്ന് കുറയ്ക്കി. അപ്പൊ ഇതിനോടൊന്ന് കുറച്ചു, വീതി ഇതിനോടൊന്ന് ഇതിനോടൊന്ന് കൂട്ട്. അപ്പൊ കൂട്ടി 1 മീറ്റർ. അതുപോലെ ഇതിനോടൊന്ന് കുറച്ചു. അപ്പൊ അവർ പറഞ്ഞതറിയോ, നേരത്തെ ഉള്ളതിനേക്കാൾ 19 കുറയും. എന്ത്, ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 19 കുറയും. അപ്പോൾ ഇത് ഇൻറ്റു ഇത് എന്ന് പറഞ്ഞാൽ അത്രയും കുറഞ്ഞു എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവരെന്താ പറയണ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ചതുരത്തിന്റെ നീളം എക്സും രണ്ടാമത്തെ വീതി വൈയും എടുത്ത് രണ്ടാമത്തെ ചതുരത്തിന്റെ അതല്ലേ ഇപ്പൊ ഇവിടെ എഴുതിയത്. രണ്ടാമത്തെ ചതുരത്തിന്റെ നീളവും വീതി എത്രയാന്ന് ചോദിച്ചാൽ ഇതാ രണ്ടാമത്തെ ചതുരത്തിന് നമ്മൾ എന്തൊക്കെയാ എടുത്തത്, നീളം x+1, വീതി 1 മീറ്റർ കുറഞ്ഞു, y-1. ദേ നമ്മുടെ ഉത്തരം ഏതാടാ, ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിനോടൊന്ന് കൂട്ടണം, ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു വൈനോടൊന്ന് കുറയ്ക്കണം. ഇതാണ് 1 മാർക്കിന്റെ ചോദ്യം. ഇത് A+ ക്വസ്റ്റ്യനാ? അല്ലല്ല, അടുത്ത 3ാമത്തെയാണ് A+. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ നോക്കാം. എന്താണ്, x+1ഉം y+1ഉം എക്സ് വൈനോട് എന്ത് കുറയും? കണ്ടോ, x+1ഉം y+1ഉം എക്സ് വൈനോട് എന്ത് കുറയും? അതായത് ഞാനൊരു കാര്യം പറയാം. x+1ഉം y+1ഉം ഇതിൽ ഓപ്ഷനിൽ ഏതാണ്? ഞാൻ പറയുന്ന ഒരു കാര്യം നോക്ക്, ഇതിന്റെ ഏരിയ എന്താ? കാരണം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇത് ഇൻറ്റു ഇത് അതാണ് ഏരിയ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അതാണ് ഇവിടെ 19 ഇവിടുന്ന് ഇതിന് കുറഞ്ഞ്. ഇതിന്റെ ഏരിയ ഇതിന്റെ പരപ്പളവെന്ന് 19 കുറഞ്ഞു എന്ന് അവരെന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പരപ്പളവെന്ന് 19 ഇവിടെ കുറച്ചത്. 19 കുറച്ചു എന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കുറച്ചത് എന്ന് മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഏരിയ ആണ് 19 കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ എഴുതാ പറ? ലെങ്ത്, ഇതിന്റെ ലെങ്ത് എത്രയായിരുന്നടാ? 1 കൂട്ടിയപ്പോൾ ഉള്ള ലെങ്ത് എത്രടാ? x+1. ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയാടാ? 1 കുറച്ചപ്പോൾ ഉള്ളത് ഏതാ? y-1. ആ സമയത്താണ് ഇതിന്റെ ഏരിയന്ന് 19 കുറഞ്ഞത്. അപ്പം xy മൈനസ് 19. അപ്പൊ അവിടെ 19 മിസ്സായി പോയത്. കണ്ടോ, ഇവിടെ 19 മിസ്സായേ. കണ്ടോ, 19 മിസ്സായ. അപ്പൊ ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. xy കണക്കാക്കുക. കാൽക്കുലേറ്റ് xy ഇതിൽ നിന്ന് കണക്കാക്കണം. എടാ, ഈ സാധനത്തിൽ നിന്ന് കണക്കാക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് xy കിട്ടണം. അപ്പൊ ഞാൻ അടുത്ത പേജ് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. എനിക്കിവിടെ എനിക്കിങ്ങനെ കുറെ സ്ഥലം വേണം, എന്നാലേ എഴുതാനൊരു മൂടുള്ളൂ. ഇതായിരുന്നു നമ്മുടെ സാധനം. ഇതിൽ നിന്ന് x-y കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. x-y കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? നേരത്തെ പോലെ x ഇൻറ്റു വൈ, x ഇൻറ്റു -1 മൈനസ് എക്സ്. ശ്രദ്ധിക്കണേ, x ഇൻറ്റു -1 മൈനസ് എക്സ്. അതുപോലെ 1 ഇൻറ്റു വൈ, 1y, 1 ഇൻറ്റു -1. 1 ഇൻറ്റു -1 എന്താണ്? -1. ശ്രദ്ധിക്കണേ, ഇതാ നോക്കൂ, xy, x ഇൻറ്റു -1 മൈനസ് എക്സ്, 1 ഇൻറ്റു വൈ, y, 1 ഇൻറ്റു -1. അപ്പം -1 ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്ത് xy മൈനസ് 19. ഈ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അടിപൊളിയായിട്ട് അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റെഡിയാണോ? ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളോട് ചോദിച്ചെന്താ നോക്ക്, നമ്മളോട് ചോദിച്ച് x-y കണക്കാക്കാനാണ് പറഞ്ഞത്. ഇതിലെവിടെ x-y ഉള്ളത്? ഇതിലെവിടെയാ x-y ഉള്ളത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ആദ്യം ഒരു കാര്യം പറയാം. ഇവിടെയുള്ള xyയും ഇവിടെയുള്ള xyയും നമുക്ക് ഒഴിവാക്കാം. കാര്യം ഒരേ നമ്പറുകൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചിഹ്നം മാറരുതേ. നോക്കൂ, ഇവിടെ xy ആണ്, ഇവിടെ xy ആണ്. നമുക്ക് അത് രണ്ടും കട്ട് ചെയ്യാം, ഒഴിവാക്കാം, പ്രശ്നമല്ല, തെറ്റൂല. നോക്കൂ, ഇയാളും പോയി. ബാക്കി എന്താ വരുന്നത് നോക്കൂ, -x, മഷി മാറിപ്പോയോ, -x പ്ലസ് y-1, പുറത്ത് ഒരു -19. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x-y കാണുക എന്നല്ലേ പറഞ്ഞേ? x-y കണക്കാക്കാനല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ x-y ഇല്ല. ഇവിടെ നോക്ക്, x+ ഉള്ളത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ പച്ച കളറിൽ കാണിക്കുന്ന ഈ സാധനം കണ്ടോ നിങ്ങൾ? ഈ സാധനം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോവാം ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക്. അഥവാ ഞാൻ പറഞ്ഞതരേ, ഈ -x-നെയും +y-നെയും ഒറ്റയടിക്ക് കൊണ്ടുപോവാം. അപ്പം എങ്ങനെ കൊണ്ടുപോവാം? അതേപോലെ ഈ -19 ഇങ്ങോട്ടും കൊണ്ടുപോവാം.
-19 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ വരിക? നിങ്ങളൊന്ന് പറഞ്ഞേ. മൈനസ് ഉള്ള ചിഹ്നം സമത്തിന്റെ പുറത്ത് പോകുമ്പോൾ +19 ആവും. പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും? 19 ഇവിടെ വന്നു, 19. പിന്നെ ഈ -1 വന്നു, 19 -1. അതായത് ഞാനൊന്നും പറഞ്ഞില്ല സാർ, ദാ ഈ -19 ഇവിടെ പോയി, അപ്പൊ പ്ലസ് ആയി. അത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ -1 എഴുതി, ബാക്കിയുള്ളത് അപ്പുറത്താണ്. അതായത് ആദ്യം ദാ ഇയാൾ ദാ നോക്കിക്കോട്ടോ, സാറ് കൊണ്ടുവന്ന് നോക്കിക്കോ, ദാ മൈനസ് ഇങ്ങോട്ട് പോയി, അപ്പൊ +x ആയി. അതുപോലെ തന്നെ ദാ ഈ +y നിങ്ങൾ എപ്പോഴും പഠിക്കുക, മൈനസ് ഉള്ളത് അവിടെ പോകും പ്ലസ് ആവും, പ്ലസ് ഉള്ളത് ഈക്വൽസിന് അപ്പുറത്ത് പോവാണെങ്കിൽ മൈനസ് ആവും. അപ്പൊ എന്താ സംഭവിച്ച്? -x, അപ്പൊ പ്ലസ്. ഓക്കെ, അറിയാത്തവര് മനസ്സിലാവാത്തവർ ഒന്നുകൂടെ കാണണേ. നോക്കൂ, +y പോയി, അപ്പൊ അപ്പുറത്തോട്ട് പോയി. അപ്പൊ എങ്ങനെ വരും? ഇവിടെ പ്ലസ് ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. ഇതന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും? x - y അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതും? 19 ഒന്ന് കുറച്ചാൽ എത്രയാടാ? 18 അല്ലേ? അതല്ലേടാ x - y. അപ്പൊ x - y അല്ലേ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞതും? ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 18 സെറ്റ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം കാണേണ്ടത്. ഈ സാധനം എങ്ങനെയാണ് വന്നതെന്നുള്ളതിന് അതാണ് അവിടെ A+ സ്ഥാനം. അപ്പം അതൊന്നും കൂടെ കണ്ടാലേ നിങ്ങൾക്ക് തിരിയുള്ളൂ. ഒരു ആവറേജ് കുട്ടിക്ക് ഇത് തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കഴിവാണ്, നിങ്ങൾ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി ഇതല്ല, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചതുരത്തിൻ്റെ 1 മീറ്റർ കുറച്ചും വീതി 1 മീറ്റർ കൂട്ടിയും ഇവർ പറഞ്ഞ പോലെ തന്നെ സമവാക്യം ഉണ്ടാക്കി. ഡി, വാട്ട് ഈസ് ദ ഇൻക്രിമെന്റ്? കൂടിയത് എത്രയാണെന്നാണ്. ഏരിയ ഓഫ് ന്യൂ റെക്ടാങ്കിൾ ഗോട്ട് ബൈ ഡിക്രീസിങ് ദ ലെങ്ത് ആൻഡ് ഫസ്റ്റ് ഇൻക്രീസിങ് ബൈ ദ ബ്രെഡ്ത്ത്. ഇവർ പറയാണ് നീളം 1 മീറ്റർ കുറയ്ക്കണം. അപ്പം ഞാൻ നോക്ക്, ഞാൻ ഒന്നുകൂടെ റിവിഷനൊക്കെ തരാം കേട്ടോ. ഇതാ നോക്കൂ, ഇതാ ഡി. നീളം നമ്മൾ എന്തായിട്ടായിരുന്നു എടുത്തത്? ലെങ്ത്ത് നമ്മൾ x ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് നമ്മൾ എന്തായിട്ടായിരുന്നു എടുത്തത്? y ആയിട്ട് എടുത്തു. അവർ പറയുന്ന പോലെ തന്നെ ചെയ്തേ. നീളം 1 മീറ്റർ കുറച്ചു, ഡിക്രീസ് ചെയ്തു. അപ്പോൾ നമ്മളെങ്ങനെ ഡിക്രീസ് ചെയ്യുക? ഇതാ എക്സിനോട് ഒന്ന് കുറയ്ക്കണം. അതേപോലെ വീതി 1 മീറ്റർ കൂട്ടണം. അപ്പോൾ വീതി 1 മീറ്റർ ഇൻക്രീസ് ചെയ്തു. 1 മീറ്റർ വീതി കൂട്ടി. നോക്കൂ, വാട്ട് ഈസ് ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ബൈ ഗോട്ട് ബൈ ഡിക്രീസിങ് ദ ലെങ്ത് ആൻഡ് ഫസ്റ്റ് 1 മീറ്റർ ഇൻക്രീസിങ് ബൈ ബ്രെഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ളതിൻ്റെ ഇതെന്താണെന്നാണ് ചോദിച്ചത്. എത്ര കൂടി, അങ്ങനെ വരുന്ന സമയത്ത് എത്ര ഏരിയ എന്ന് പറഞ്ഞത് രണ്ടും ഗുണിക്കാം. കഴിഞ്ഞു കേട്ടോ. ദ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു 1x -1 ഇൻറ്റു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇടണേ, y -y -1 ഇൻറ്റു 1 -1 ഇൻറ്റു 1 1 -1. അതിൻ്റെ ഏരിയ എത്ര കൂടി എന്ന് ചോദിച്ചാൽ അത് അവിടെ കിട്ടി. ഇവിടെ x - y ഇവിടെ ഉണ്ട്. എത്രടാ? 18. ആ 18 നീ എവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കണം. അപ്പം എങ്ങനെ വരും? 18. അപ്പോൾ xy ഇവിടെ കൊടുക്ക് 18. ഒന്ന് കുറയ്ക്ക്, 18 ഒന്ന് കുറച്ചാൽ എത്രടാ? 17. അപ്പം ഏരിയ എത്ര കൂടും? ഇൻക്രിമെന്റ് എത്ര ഉണ്ടാവും എന്നല്ലേ ചോദിച്ചത്. അപ്പം 17 ഉണ്ടാവും. ഇതാണ് ഇൻക്രിമെന്റ്. അപ്പം ഇൻക്രിമെന്റ് അതായത് എത്ര കൂടും ചോദിച്ചാൽ 17 കൂടും. 17 സെന്റിമീറ്റർ സ്ക്വയർ വർധനവ്. ഇത് വർധനവാട്ടോ. ഇവിടെ പ്ലസ് വന്നുകൊണ്ട് വർധനവ്. എൻ്റെ മോനെ, കിളി അങ്ങോട്ട് പാറിക്കുണ്ടാവും. ഞാൻ പറയാം ഒന്നും കൂടെ ഞാൻ പറയട്ടെ. ഈ ചോദ്യം കണ്ട റിവിഷൻ അടക്കം ചെയ്തു വെച്ചോ. പരീക്ഷയ്ക്ക് എന്തായാലും ഇങ്ങനത്തെ ചോദ്യമൊക്കെ കഴിഞ്ഞാലും ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യം എളുപ്പമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സാറൊന്ന് ചെയ്യാം, വേഗം എന്തൊക്കെയാ സാറ് ചെയ്ത് നോക്കൂ. അവർ പറഞ്ഞ പോരതാ, ചതുരത്തിന്റെ നീളം 1 മീറ്റർ കൂട്ടി 1 മീറ്റർ കുറച്ചു, അപ്പം 19 കുറഞ്ഞു. ഇതായിരുന്നു ആദ്യത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും അതിൻ്റെ ഏരിയ XY പരപ്പളവ്. അപ്പോൾ 1 മീറ്റർ 1 മീറ്റർ നീളം കൂട്ടി y, ബ്രെഡ്ത്ത് 1 മീറ്റർ കുറച്ചു. അപ്പോൾ ഇതും അപ്പം ഏരിയ എത്ര കുറഞ്ഞു? 19 കുറഞ്ഞു. അപ്പം ഇതിൻ്റെ ഏരിയ XY 19 കുറഞ്ഞു. അപ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നീളം ഇൻറ്റു വീതി. അപ്പോൾ x+1 ഇൻറ്റു y -1, x+1 ഇൻറ്റു y -1. അതിൻ്റെ ഏരിയ എത്രയാ? 19 കുറഞ്ഞതാണ്. ഓക്കെ, അപ്പം എത്ര ഇവിടെ കുറയാ? 19. ഓക്കെ, അപ്പോൾ 19. x - y കണക്കാക്കുക. നീളം വീതി എഴുതിയത് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ട്
ദാ എക്സ് മൈനസ് വൈ കണക്കാക്കാൻ പറഞ്ഞാൽ ദാ ഇത് സോൾവ് ചെയ്യുക. അതെങ്ങനെ സോൾവ് ചെയ്തത്? ദാ ഇത് എക്സ് വൈ, ഇതും മൈനസ് എക്സ്, ദാ 1 ഇൻറ്റു വൈ 1 ഇൻറ്റു -1 ദാ ഇവിടെ അതേപോലെ എഴുതി. ദാ ഇതേ സാധനം കേട്ടോ. എന്നിട്ട് ദാ എക്സ് വൈയും കട്ട്, ബാക്കിയുള്ളത് എഴുതി. ദാ ഈ -19 ഇവിടെ പോയി, അപ്പം +19 ആയി. ഇവിടെ ഓൾറെഡി ഉണ്ട് -1. എന്നിട്ട് ഈ മൈനസ് എക്സിനെ ഇങ്ങോട്ട് വിട്ടു, പ്ലസ് ആയി. ഈ പ്ലസ് വൈനെ ഇങ്ങോട്ട് വിട്ടു, മൈനസ് ആയി. അപ്പം നമ്മുടെ വ്യത്യാസം ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം 19 1 കുറച്ച 18. ആ സാധനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡി 1 മീറ്റർ കുറച്ച് 1 മീറ്റർ കൂട്ടിയാലുള്ളത്. അപ്പം അവർ തന്നെ പറയാണ് ഇങ്ങനെ പോരാ, 1 മീറ്റർ കുറയ്ക്ക്, 1 മീറ്റർ വീതി കൂട്ട്. വീതി കൂട്ടണം, നീളം കുറയ്ക്കണം. ലെങ്ത് ഡിക്രീസ് ചെയ്യണം 1 മീറ്റർ, ബ്രെഡ്ത്ത് 1 മീറ്റർ ഇൻക്രീസ് ചെയ്യണം, കൂട്ടണം. അപ്പോൾ ഓല് പറഞ്ഞ പോലെ ചെയ്യാം. ഇതായിരുന്നു നീളം, ഇതായിരുന്നു വീതി. 1 കുറച്ചു, വീതിയോടൊന്ന് കൂട്ടി. എന്നിട്ട് എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു വൈ മൈനസ് വൈ, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -1 ഇൻറ്റു 1 -1. ഇവർ പറയുന്നുണ്ട് നമ്മളോട് എന്ത് കാണാനാണ് അവർ പറയുന്നത്? ആ സമയത്ത് അതിൻ്റെ ഏരിയ എത്ര, അല്ലെങ്കിൽ എത്ര വർധനവുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ എക്സ് മൈനസ് വൈക്ക് പകരം ഇപ്പം കിട്ടിയില്ലടാ, എക്സ് മൈനസ് വൈ എത്രയാ? 18 അല്ലേ? ആ 18 ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുക്കാം. എങ്ങനെ ഇട്ട് കൊടുത്തു? 18 ഇട്ട് കൊടുത്തു. കാണിച്ചാൽ പച്ച കളറിൽ നോക്കൂ. 18 1 കുറച്ചു, 17. ഇതല്ലേ നമ്മുടെ ഏരിയ. എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ് വൈ എന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ. അപ്പം എത്ര വർധനവുണ്ടായി? ഇൻക്രിമെന്റ് 17 ഉണ്ട്. അങ്ങനെയുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾ ദയവ് ചെയ്ത് സാറിന് നിങ്ങളുടെ മോട്ടിവേഷൻ തരണം. ഉഷാറായിട്ട് പഠിക്കണം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ A+ ക്വസ്റ്റ്യൻ ആണ്. ഒന്നും കൂടെ കാണുക. താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അത്യാവശ്യം വലുപ്പത്തിൽ എഴുതി വിടുക. പരീക്ഷയ്ക്കാവുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെമ്പാടും നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എന്ത് ഈ എക്സാമൊക്കെ കഴിഞ്ഞാൽ സാറോട് പറയുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് സാറ് വീണ്ടും വരാം. വീണ്ടും നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും വേണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ഇടണം. എന്നാൽ മാത്രമേ വീണ്ടും ക്ലാസ്സുകൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ കിട്ടത്തുള്ളൂ. ഒരേ പൊളിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. കുറച്ച് കടുപ്പമുള്ള കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിജാർ ഫ്രം സൈലം ലേണിംഗ്. ബൈ.